ഹലോ കൂട്ടുകാരെ, അപ്പം ഷഷ്ടി ദിവസം രാവിലെ തന്നെ നമ്മൾ കുളിച്ച് റെഡിയായി നമ്മുടെ അടുത്തുള്ള 2 ക്ഷേത്രത്തിലും പോയി തൊഴുതിട്ടുണ്ടായിരുന്നു. ഒന്ന് നമ്മുടെ കണ്ണഞ്ചേരിത്തറ ക്ഷേത്രത്തിലും അതുകൊണ്ട് തന്നെ ഉമാമഹേശ്വര ക്ഷേത്രത്തിലും പോയി തൊഴുതു. പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം നമ്മുടെ വീട്ടിലുള്ള പൂജാമുറിയിൽ വന്നൊന്ന് തൊഴുവാണ് ചെയ്തത് കേട്ടോ. പിന്നെ നമുക്കിന്ന് ഷഷ്ടി ദിവസം കിട്ടിയ നമ്മുടെ ഒരു അതിഥിയാണ് കേട്ടോ. നമ്മുടെ വീട്ടിലൊരു കുഞ്ഞു കിടാവിനെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ രോഹിണി പശു പ്രസവിച്ചു. അങ്ങനെ പിന്നെ നമ്മൾ രാവിലെ തന്നെ കുളിച്ച് കുന്നിൽ അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഒരു 10-11 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ പോകാൻ തുടങ്ങിയത് തന്നെ. അപ്പോൾ പൂജ സമയമാകുമ്പോൾ നമുക്ക് പോയി അത്രയും സമയം കൂടെ അവിടെ വന്ന് ഇരിക്കാമല്ലോ. അങ്ങനെ പിന്നെയും നമ്മൾ ദൈവത്തിൻ്റെ അടുത്തൊക്കെ പോയി തൊഴുതിട്ട് പിന്നെ നമ്മൾ വണ്ടി എടുത്തിട്ട് നേരെ കുന്നിൽ അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വട്ടവും എനിക്ക് ദൈവം അനുഗ്രഹിച്ച് ഷഷ്ടി എടുക്കാൻ പറ്റി. ഈ വട്ടവും എനിക്കത് ഭംഗിയായിട്ട് പൂർത്തിയാക്കാനായിട്ട് പറ്റിയിട്ടുമുണ്ട്. ഇനി അടുത്ത വട്ടം എടുക്കാനും പറ്റണേ ഭഗവാനെ എന്നാണ് ഞാൻ ഇപ്രാവശ്യം കൂടി പറയുന്നത്. അങ്ങനെ നേരെ നമ്മൾ അമ്പലത്തിലെത്തിയേക്കുവാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വട്ടം ഒരുപാട് തിരക്കായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറേ ആൾക്കാർ എനിക്ക് തോന്നുന്നു ചോറൊക്കെ മേടിച്ച് വീട്ടിൽ കൊണ്ടുപോവാണ് ചെയ്തത്. അപ്പം ഞാൻ ചോറും ഒക്കെ മേടിച്ച് അവിടെ ഇരുന്ന് തന്നെയാണ് കഴിച്ചത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ പൂജ കഴിഞ്ഞിട്ട് അവിടെ ഇരുന്ന് കഴിക്കാൻ വേണ്ടി നിൽക്കുമായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഭയങ്കര മഴയായിരുന്നു. പിന്നെ ഈ ഒരു കാവടിയൊക്കെ അമ്പലത്തിൻ്റെ വെളിഭാഗത്തൂടെ ഒക്കെ ചുറ്റി വരുമായിരുന്നു. ഇപ്രാവശ്യം മഴ ആയതുകൊണ്ട് അങ്ങനെ ഒന്നും നടത്തിയില്ല, അകത്ത് മാത്രമാണ് നടത്തിയത്. പിന്നെ അമ്മമാരും ചേച്ചിമാരും ഒക്കെ നാമജപങ്ങളുമായിട്ട് എല്ലാവരും എന്തുവാ അവിടെ തന്നെ ഇരിക്കുവാണ് ചെയ്യുന്നത്. പിന്നെ കുറേ സമയം ഞാനും അവിടെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് നടന്നു കേട്ടോ. പിന്നെ ഒരു പുസ്തകമൊക്കെ വായിച്ചിട്ട് അവിടെ ഇരുന്ന് ചെയ്ത് കുറേ സമയം. പിന്നെ നമ്മുടെ മയിലിൻ്റെ അടുത്തൊക്കെ പോയി അതിനെ 2 എണ്ണത്തിനെയൊക്കെ കാണുകയൊക്കെ ചെയ്ത് പിന്നെ അവിടെ നാരങ്ങാവെള്ളവും അതുകൊണ്ട് തന്നെ നമുക്ക് സത്യം പറഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ പ്രസാദത്തിന് മുന്നേ ആയിട്ട് നമ്മൾ തീർത്ഥം കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ അവിടെ കഴിക്കാനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. കഴിക്കാമെന്ന് പറഞ്ഞാൽ കുടിക്കാനൊക്കെ ആയിട്ടുണ്ട്. ഒരുപാട് നാരങ്ങാവെള്ളമാണെങ്കിലും അല്ലെങ്കിൽ സോഡയാണെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക് കുടിക്കാനൊക്കെ ആയിട്ട്. അപ്പം പിന്നെ ലാസ്റ്റ് നമ്മുടെ പൂജയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ വെളിയിൽ ഇറങ്ങി വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു പളനിയിലെ പ്രസാദം കൂട്ടത്തെ ഒരു അരവണ നമുക്ക് കിട്ടും കേട്ടോ. അതും പിന്നെ നമ്മൾ മേടിച്ച് കഴിച്ചിട്ട് നേരെ നമ്മുടെ ചോറ് മേടിച്ചുകൊണ്ട് വന്ന് ഇത് കഴിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ചോറും അതുകൊണ്ട് തന്നെ 2 പച്ചമുളകും പിന്നെ തൈരും പിന്നെ ഉപ്പുപൊടിയാണ് ഉള്ളത്. അപ്പോൾ ഇതും കൂട്ടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വീട്ടിൽ ചോറും അവിയലും സാമ്പാറും ഒക്കെ കൂട്ടി കഴിക്കുന്നതിനെക്കാട്ടി നല്ല ഇരട്ടി മധുരത്തോടാണ് നമ്മൾ ഈ ഒരു ചോറ് കഴിച്ചതെന്ന് വേണം പറയാനായിട്ട്. അപ്പം നല്ല ടേസ്റ്റും കാര്യമൊക്കെ ആയിരുന്നു. അങ്ങനെ ഈ വട്ടത്തെ എൻ്റെ ഷഷ്ടി ഇതോടെ പൂർത്തിയായേക്കുവാണ് കേട്ടോ. അപ്പം നാളെ കൊണ്ടിട്ട് നമ്മുടെ ഈ ഒരു വ്രത തീർത്ഥം കുടിച്ചിട്ട് അവസാനിക്കുകയാണ്. അപ്പം അത്രയും മാത്രമേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.